ഹലോ വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ കുറേ വീഡിയോസ് കണ്ടല്ലേ, അമൃതയുടെയും ബാലയുടെയും പാപ്പുമോളുടെയും ഒക്കെ കുറച്ച് വീഡിയോസ് കണ്ടു അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം എന്താണ്, എനിക്ക് മുമ്പേ അറിയുന്ന കാര്യമായിരുന്നു കേട്ടോ. എനിക്ക് അമൃതയുടെ ഒരു സെക്കൻഡ് റിലേഷൻ അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ അഭിപ്രായമില്ല എന്നതൊഴിച്ചാൽ എനിക്ക് അമൃതയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട് ഇഷ്ടമുള്ള ഒരു ലേഡിയായിരുന്നു അമൃത എന്ന് പറയുന്നത്. അവർ ആർസിംഗറിൽ വന്നപ്പോഴും എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടം തന്നെയായിരുന്നു. പിന്നെ ഈ ബാല പറയുന്നതെല്ലാം അത്രയ്ക്ക് അങ്ങ് സത്യമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാര്യം ഈ തമിഴ് ലാംഗ്വേജിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ പൊള്ളൈറ്റായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും, സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കാനായിട്ട് പറ്റുന്ന കുറേ പദസമ്പത്തുകൾ അതിനുണ്ട്. അതങ്ങോട്ട് വാരി വിതറിയിട്ട് ബാക്കി മലയാളീസിനെ എല്ലാം കയ്യിലെടുത്തിട്ട് എൻ്റെ കണ്ണൻ, എൻ്റെ മുത്ത്, എൻ്റെ പൊന്ന് എന്നൊക്കെ പറഞ്ഞ് ആ സെയിം വേർഡല്ല, ഇങ്ങനെയൊക്കെ വരുന്ന കുറേ വാക്കുകൾ പറഞ്ഞിട്ട് ആര് കേട്ടാലും കരളലിഞ്ഞു പോകുന്ന കുറേ സിമ്പതിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അയാൾ ഓരോ വീഡിയോ ആയിട്ട് വരുമ്പോഴും ഇതിലെനിക്ക് അത്ര സത്യമുണ്ടെന്നൊന്നും തോന്നിയിട്ടില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഇതിൽ അമൃത തെറ്റുകാരിയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അമൃതയും വരും, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇട്ട് ജനങ്ങളെ മണ്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും ശ്രമിക്കും. അങ്ങനെയാണ് കള്ളം പറയുന്നവർ കൂടുതലായിട്ട് ചെയ്യുക. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അത്ര മുട്ടുമ്പോഴല്ലാതെ അമൃതയെ അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബാലയുടെ അഭിനയം കണ്ടിട്ടൊന്നും അത് ജെനുവിനായിട്ട് ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് ആ സമയത്ത് എനിക്ക് ചാനലില്ല, ഞാൻ പ്രതികരിച്ചിട്ടുമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇതൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി സൈലൻ്റായിട്ട് പോകുമല്ലായിരുന്നോ. ഞാൻ പണ്ട് ചിന്തിച്ചൊരു കാര്യം ഇത് തന്നെയാണ്. ആ കുട്ടി വളരുമ്പോൾ എപ്പോഴായാലും അതിൻ്റെ അമ്മയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പം അത് പ്രതികരിക്കും എന്ന് ഞാൻ കരുതിയൊരു കാര്യമാണ്. അതാണിപ്പോൾ സംഭവിച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ തെളിവുകളുമായിട്ട് ഇപ്പോൾ ഓരോ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ബാലയുടെ ഇവരുടെ ഡ്രൈവർ ആയിരുന്നിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും, പിന്നെ എനിക്കന്ന് 18 വയസ്സ്, അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എൻ്റെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയുക, ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ എന്നെ ഒരു മകനെ പോലെ ആയിരുന്നു, ചേച്ചിക്ക് എന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു. പാപ്പുവിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ. ഇർഷാദേ, എല്ലാ സത്യങ്ങളും നിനക്കറിയാലോ, നീ കണ്ണുകൊണ്ട് കണ്ടതുമല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, അല്ലെ നിനക്ക് ഇത് പറഞ്ഞൂടെ. ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഇത്ര നാൾ നീ എവിടെയായിരുന്നു. ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ഇപ്പം എനിക്ക് ഈ പാപ്പുവിൻ്റെയും ചേച്ചിയും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമമായതുകൊണ്ട് ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല. അവർ ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊന്നും നുണയല്ല അവർ പറഞ്ഞത്, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട്. ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണം. കാരണം അവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവർ ചെറിയൊരു കുടുംബമാണ്, 3 പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം. അവരവരേതായ പാടിന് പോയിക്കോട്ടെ, അവരവരേതായ ജീവിതം ജീവിച്ച് പോയിക്കോട്ടെ. പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോടെ ഞാൻ നിർത്തില്ല. എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും. ഞാനത് തുറന്ന് പറയുകയും ചെയ്യും. കാരണം അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർ പരമാവധി സഹിച്ച്. ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ. എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലൻ്റായി പോയത്? വേണ്ട, ഞാൻ അത് ചേച്ചി പ്രതികരിച്ച്
ആ കൊച്ചിനെ അതിൻ്റെ ഒത്ത് ഇൻക്ലൂഡാക്കി. അതിൻ്റെ പേരിലൊക്കെ ആണ് ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങളോടെല്ലാവരോടുള്ളൊരു അപേക്ഷയാണ്, ഈ വീഡിയോ കാണുന്ന ഒരു അപേക്ഷ. സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട്, നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തുടങ്ങി കേൾക്കുന്നതല്ലേ. കൊച്ചു മനസ്സിൽ കളങ്കമില്ല. അപ്പോൾ ഇനിയും ബാലെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുമായി വരും. എനിക്ക് ഇത്ര ഇപ്പോൾ പറയാനുള്ളൂ. കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ. ഞാൻ ഇനിയും ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇത് ബാല ഞാൻ ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട. കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ്, ഓർമ്മയുണ്ടോ? ബാലക്ക് ഓർമ്മയുണ്ടാവും. എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലങ്ങളിൽ അതും എനിക്ക് പറയാനിപ്പോൾ താല്പര്യമില്ല. പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. കേട്ടില്ലേ? ഇതാണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഒരുപാട് സത്യങ്ങൾ അറിയുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. ഇയാളുടെ പണത്തിന്റെ സ്വാധീനം കൊണ്ടോ മറ്റ് എന്തൊക്കെയോ കൊണ്ടോ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്നതാണ്. ഈ ബാല എന്താ വിചാരിച്ചത്? എല്ലാ കാലത്തും മലയാളികളെ ഇങ്ങനെ പറ്റിച്ച് മലയാളികളെ കൊണ്ട് തന്നെ അമൃതയെ കല്ലെറിയിപ്പിച്ചിട്ട് മലയാളികളിൽ ഒരാളായ നമ്മുടെയൊക്കെ കൂടപ്പിറപ്പായ ആ കുട്ടി എന്ന് ഉപദ്രവിക്കാന്നാണ് വിചാരിച്ചത്? ഒരിക്കലും കള്ളം പറഞ്ഞ് ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കാം. പക്ഷേ എൻഡ് അത് പുറത്തു വരിക തന്നെ ചെയ്യും. സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. ഈ അമൃതയ്ക്കും അവരുടെ കുഞ്ഞിനും ആ കുട്ടി ഫാമിലിക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. അതെങ്ങനെ ഓരോ കമൻറ്റിൽ കൂടെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാലം കല്ലെറിഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഒരു കമൻറ്റ് ബോക്സൊക്കെ കണ്ടാലുണ്ടല്ലോ നമുക്ക് ശരിക്കും കരച്ചിൽ വരും. ആ കൊച്ചു കുട്ടിയെ വരെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് ശരിക്കും സങ്കടം വരും. അത് ഇത് മനസ്സിലാകുന്ന മനുഷ്യർ ആ കമൻറ്റൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഇവർക്ക് സപ്പോർട്ടായിട്ടുള്ള കുറച്ച് കമൻറ്റെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതല്ലേ. നമ്മൾ മലയാളികളാണ്, നമ്മൾ സ്നേഹമുള്ളവരാണ്, ഐക്യമുള്ളവരാണ് എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ഒരർത്ഥം വേണ്ടേ? 18ാമത്തെ വയസ്സിൽ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി, അമൃത പറഞ്ഞതുപോലെ എന്നുള്ള ഒരു തെറ്റാണോ? എനിക്കറിയില്ല. ചിലർ ചെയ്യുമ്പം മാത്രം ഒളിച്ചോടി പുറത്ത് പോകുന്നതും വീട്ടിൽ നിന്ന് ആണുങ്ങളെ വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നതും വീട്ടുകാരെ ഉപദ്രവിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ക്രൂരന്മാരായ ദുഷ്ടന്മാരായ ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളാരും ഇല്ല എന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ്. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല, എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റും. അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇയാൾ ഇങ്ങനെ ഓരോ വീഡിയോ, ഇനി എന്ത് തന്നെ വീഡിയോ ഇട്ടാലും നമുക്ക് കമൻറ്റ് ബോക്സിൽ നമ്മുടെ കമൻറ്റ് ഇടാൻ പറ്റും, രേഖപ്പെടുത്താൻ പറ്റും. ഇവർക്കുള്ള ഈ കുടുംബത്തിനുള്ള അമൃതയ്ക്കുള്ള കുഞ്ഞിനുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കൂടെ ചേർത്ത് പിടിക്കാം. അവരെയല്ലേ അനുഭവിച്ചത്, എത്രയോ വർഷമായി അതുങ്ങൾ അനുഭവിക്കുന്നു. ആ അനുഭവത്തിൽ നിന്നൊക്കെ ഒരു മോചനമായിട്ട് ഇനിയെങ്കിലും മനസ്സമാധാനത്തോടെ അതുങ്ങൾ ജീവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? ഇതുപോലെ സത്യങ്ങൾ അറിയുന്ന ആളുകൾ പതിയെങ്കിലും അത് വെളിച്ചത്ത് കൊണ്ടുവരട്ടെ. എല്ലാം മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. മൂടി വയ്ക്കുന്തോറുമാണ് ഇങ്ങനെയുള്ള ആളുകൾ ഫയറായിട്ട് പുറത്തേക്ക് വരുന്നത്. ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ സൊസൈറ്റിയിൽ നമ്മളൊക്കെ കാണുന്നതാണ്. ഈ ഒരു വ്യക്തിയല്ല, കുടുംബത്തെ കരിവാരി തേച്ച് ആര് നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്നു, ഇവരെല്ലാം അത്രയ്ക്ക് ക്രൂക്കട്ട് മൈൻഡുള്ള ആളുകൾ തന്നെയാണ്. കുടുംബത്ത് പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം അത് എന്ത് തന്നെയാണെങ്കിലും അത് പബ്ലിക്കിൽ ഒന്നിലധികം തവണ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് നാണം കെടുത്തുന്ന ആളുകൾ അത്രയ്ക്ക് വൃത്തികെട്ട ആളുകൾ തന്നെയാണ്. അവരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതായിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്